63ാമത് സ്കൂൾ കലോത്സവത്തിൽ കലവറയുടെ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ. നാളെ വൈകുന്നേരം ഭക്ഷണശാലയിൽ ഭക്ഷ്യവസ്തുക്കൾ സംഭരിക്കും. 3-ാം തീയതി രാവിലെ പാലുകാച്ചൽ നടക്കുമെന്ന് ഫുഡ് കമ്മിറ്റി ചെയർമാൻ കടകംപള്ളി സുരേന്ദ്രൻ MLA കൈരളി ന്യൂസിനോട് പറഞ്ഞു. 63ാമത് സ്കൂൾ കലോത്സവത്തിന്റെ അവസാനവട്ട ഒരുക്കങ്ങളിലാണ് തിരുവനന്തപുരം എന്നുള്ളത് എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഏതായാലും ഇപ്പോൾ നമുക്കൊപ്പമുള്ളത് ഫുഡ് കമ്മിറ്റിയുടെ ചെയർമാനായിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രൻ MLA ആണ്. ഏത് രീതിയിലാണ് അവസാനവട്ട ഒരുക്കങ്ങൾ? കലവറ ഏകദേശം എല്ലാം സെറ്റായി കഴിഞ്ഞോ? നാളെ വൈകുന്നേരം ആകുമ്പോഴേക്കും പുത്തരിക്കണ്ട മൈതാനിയിലെ കലവറ അത് പൂർണ്ണമാകും. ഇപ്പോൾ സ്കൂളുകളിൽ നിന്നെല്ലാം തന്നെ ഭക്ഷ്യവസ്തുക്കൾ ശേഖരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതെല്ലാം തന്നെ ഇന്ന് വൈകുന്നേരം ഉച്ച കഴിയുമ്പോഴേക്ക് MLA-മാരുടെ സാന്നിധ്യത്തിൽ 12 BRCകളിൽ നിന്ന് അത് കളക്ട് ചെയ്ത് നാളെ വൈകുന്നേരം 4 മണിയാകുമ്പോൾ 12 BRCകളിൽ നിന്നും വാഹനങ്ങളിൽ ഈ കളക്ട് ചെയ്ത സാധനങ്ങളെല്ലാം തന്നെ പുത്തരിക്കണ്ട മൈതാനത്ത് എത്തിച്ചേരും. നാളെ വൈകുന്നേരം അത് നമ്മുടെ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രിയാണല്ലോ നമ്മുടെ ഈ കലോത്സവ കമ്മിറ്റിയുടെ ആകെ ചെയർമാൻ, അദ്ദേഹം അത് ഏറ്റുവാങ്ങും. 3-ാം തീയതി രാവിലെ ആണ് ഇവിടെ പാലുകാച്ചൽ ചടങ്ങ് നടക്കുന്നത്. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ തന്നെ പാലുകാച്ചൽ കർമ്മത്തിന് നേതൃത്വം കൊടുക്കും. അന്ന് പായസ സദ്യ ഉണ്ടാവും. വരുന്ന ആളുകൾക്കെല്ലാം തന്നെ പായസ വിതരണം ഉണ്ടാവും. വൈകുന്നേരമാണ് ഈ ആദ്യമായിട്ട് ഭക്ഷണം കൊടുത്തു തുടങ്ങുന്നത്. അപ്പോൾ ഏതാണ്ടൊരു 15,000 സ്റ്റുഡൻസും അനുബന്ധമായിട്ട് ഒരു 5,000 പേരും, അങ്ങനെ ഒരു 20,000 ആളുകൾക്കുള്ള ഭക്ഷണം ഒരു ദിവസം രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും വിതരണം ചെയ്യുക എന്ന വളരെ വലിയൊരു ഉത്തരവാദിത്വമാണ് യഥാർത്ഥത്തിൽ ഫുഡ് കമ്മിറ്റിയുടെ മേലുള്ളത്. അതോടൊപ്പം തന്നെ ഇവിടെ എത്തുന്ന വിദ്യാർത്ഥികൾ, അധ്യാപകർ, സംഘാടകർ, അങ്ങനെ വലിയൊരു തിരക്കായിരിക്കുമല്ലോ. എന്തായാലും 4-ാം തീയതി ഒരു 3-ന് വൈകിട്ട് മുതൽ അനുഭവപ്പെടുക. ഇവിടെ എത്തുന്നവർക്കുള്ളൊരു ക്രമീകരണം അത് ഏതൊക്കെ രീതിയിലായിരിക്കും ഇവിടെ ഒരുക്കുക? ഇവിടെ ഒരു സമയം ഞങ്ങൾ കരുതുന്നത് ഒരു 4,000 കുട്ടികൾക്ക് ഒരു സമയം ഭക്ഷണം വിളമ്പാൻ പറ്റുന്ന തരത്തിലുള്ള പന്തലാണ് ഒരുങ്ങുന്നത്. 4,000 കുട്ടികളായിരിക്കില്ല, കൂടുതൽ കുട്ടികൾ ഒരുപക്ഷെ ഒരു സമയം വന്നാൽ അവർക്ക് വിശ്രമിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വിശ്രമപ്പുര ഒരുങ്ങുന്നുണ്ട്. ഒരു 1,000 പേര് വന്നാലും അവർക്ക് ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട്, തണലത്തിരിക്കാൻ വേണ്ടി സാധിക്കും. അവിടെ ഒരു കലാപരിപാടിയും പ്ലാൻ ചെയ്യുന്നുണ്ട്. എങ്ങനെയായിരിക്കും ഭക്ഷണത്തിലെ വൈവിധ്യം ഫുഡ് കമ്മിറ്റി അറേഞ്ച് ചെയ്യുന്നത്? അല്ല, അത് കുട്ടികൾക്ക് പായസമൊക്കെ ആണല്ലോ കൂടുതൽ ഇഷ്ടം. അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള പായസമൊക്കെ എല്ലാ ദിവസവും കൊടുക്കും. ഓരോ ദിവസവും ഓരോ വ്യത്യസ്തതയാർന്ന പായസം കൊടുക്കും. പിന്നെ സാധാരണ വെജിറ്റേറിയൻ മീൽസാണല്ലോ കൊടുക്കുക. അതേ നമുക്ക് സാധിക്കുള്ളൂ, വെജിറ്റേറിയൻ മീൽസ് കൊടുക്കുക എന്ന് പറയുന്നത്. പായസത്തിലായിരിക്കും വൈവിധ്യം. അത് ഇഷ്ടം പോലെ കൊടുക്കുക. അതെ, ഏതായാലും പായസത്തിൽ വൈവിധ്യമൊക്കെ ഒരുക്കിയാണ് ഫുഡ് കമ്മിറ്റി ഈ 63ാമത് കലോത്സവത്തിൽ കുട്ടികളെയും അധ്യാപകരെയും എല്ലാവരെയും ഇങ്ങോട്ടേക്ക് ഭക്ഷണപ്പുരയിലേക്ക് സ്വാഗതം ചെയ്യുന്നത്. ഏതായാലും മറ്റന്നാളാണ് പാലുകാച്ചൽ തീരുമാനിച്ചിരിക്കുന്നത്. പുത്തരിക്കണ്ടത്തെ ഭക്ഷണശാലയിലെ തയ്യാറെടുപ്പിൻ്റെ അവസാനവട്ട തയ്യാറെടുപ്പുകൾക്കിടയിലാണ് എല്ലാവരും ഉള്ളത്. സജു കാഞ്ഞിരംകുളത്തിനൊപ്പം എസ് ഷീജ, കൈരളി ന്യൂസ്, തിരുവനന്തപുരം.